ഇതുപോലൊരു സർക്കാർ വേറെ ഉണ്ടായിട്ടുണ്ടോ? ശബരിമലയുടെ കാര്യത്തിൽ ഇതാണ് അവരുടെ നിലപാട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രി ഇപ്പം നിങ്ങൾക്ക് ഡൽഹി മാധ്യമ പ്രവർത്തകർക്കറിയാം, ഇപ്പം നിർമ്മലാ സീതാരാമൻ്റെ കൂടിക്കാഴ്ചയായാലും അമിത്ഷായിട്ടുള്ള കൂടിക്കാഴ്ചയായാലും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്നതിനൊരു തെറ്റുമില്ല. പക്ഷേ ആ കൂടിക്കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള മാനം അതിനുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തുമ്പോൾ ഈ അന്തർധാരകൾ കേരളത്തിലെ ജനം മനസ്സിലാക്കി എന്നുള്ളതാണ് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്. ഞാൻ ഈ റിസൾട്ടൊന്ന് നോക്കുകയായിരുന്നു. 2020 941 ഗ്രാമപഞ്ചായത്തുകളിൽ UDF കിട്ടിയത് 321. അത് 2025 ആകുമ്പോൾ 505 UDFിൻ്റെ ടാലി. LDF അന്ന് കിട്ടിയത് 514, ഇപ്പോഴത് 340. BJPക്ക് 2020 കിട്ടിയത് 19 ഗ്രാമപഞ്ചായത്താണ്, ഇപ്പോഴത് 26 ഗ്രാമപഞ്ചായത്ത് മാറി. ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 38 ബ്ലോക്ക് പഞ്ചായത്ത് UDFിന് കിട്ടി 2020. ഇപ്പോഴത് 79. LDFിന് 108 ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്നു, അത് 63. BJPക്ക് 20ലും 0, ഇപ്പോഴും 0, ഒരു ബ്ലോക്ക് പഞ്ചായത്തും ഇല്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14ൽ UDFിന് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 10 LDF ആയിരുന്നു, 2 ടാലിയായിരുന്നു. 2025 ആകുമ്പോഴേക്ക് UDFിന് 7, LDFിന് 7. BJPക്ക് 20ലും 0, ഇപ്പോഴും 0. മുനിസിപ്പാലിറ്റി 86 മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്. 2020 UDFിന് 39, LDFിന് 35, BJPക്ക് 2. ഇപ്പോഴിതാ UDFിന് 54, അതായത് 39ൽ നിന്നും 54ലേക്ക് പോയി UDF. LDF 35ൽ നിന്നും 28ലേക്ക് വന്നു. BJPക്ക് 2 മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും 2 തന്നെ. കോർപ്പറേഷൻ 6ൽ UDFിന് 2020 ഒരു കോർപ്പറേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, കണ്ണൂർ കോർപ്പറേഷൻ. ഇപ്പോൾ അത് 4 കോർപ്പറേഷനായി. 5 കോർപ്പറേഷൻ ഭരിച്ചിരുന്ന LDF ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ ഒതുങ്ങി, അതും കടുത്ത മത്സരത്തിലൂടെ. മനസ്സിലാക്കേണ്ടത് BJPക്ക് തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്. UDFിന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും ഗഡ്കരിയും ഒന്നിനൊന്ന് പിറകെ ഒന്നായിട്ട് അണിനിരന്നുകൊണ്ട് കേരളം എന്തോ അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുണ്ടായി. ശരിയാണ്, അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്, ആ വിജയം അവർക്കുണ്ടായതാണ്. ഞാൻ അതിനെ വില കുറച്ചൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ആ കോർപ്പറേഷൻ വിട്ടൊന്ന് മുന്നോട്ട് പോയാൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും അവർക്കില്ല. കേരളത്തിലെ ഗ്രാമ, ജില്ലാ, മുനിസിപ്പൽ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ റിസൾട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. 2020 നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്? അവർക്കുണ്ടായിരുന്ന പന്തളവും പാലക്കാടും അവർക്ക് നഷ്ടപ്പെട്ടു. സത്യത്തിൽ ഭൂരിപക്ഷം ഇപ്പോൾ പുതുതായിട്ട് 2 കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടായിരിക്കും ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുകയാണ്, ഒരു മായാപ്രപഞ്ചം. കേരളം എന്തോ BJPയുടെ കീഴിലേക്ക് പോവുകയാണ് എന്നുള്ള മായാപ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്, ഇതാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും ജോലി, എപ്പോഴും പബ്ലിസിറ്റിയും PR വർക്കും കൊണ്ട് ജനങ്ങളെ അവരുടെ മനോഗതിയെ തിരിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, റിയാലിറ്റി ഇതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, അവിടെ ഇവിടെയൊക്കെ ജയിക്കാതിരിക്കുമോ? ഇതുകൊണ്ട് കേരളത്തിലെന്തോ വലിയ അട്ടിമറി നടന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് 10 വർഷം ഭരണത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷമുണ്ടായ വിജയം, അത് വലിയ വിജയമാണ്. അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്നതാണ് KC വേണുഗോപാൽ വിശദീകരിച്ചത്. ഒപ്പം തന്നെ ഇത്രയധികം ജനങ്ങൾ വെറുത്ത മറ്റൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല.
തൃശ്ശൂരിന് ശേഷം തിരുവനന്തപുരവും BJPക്ക് നൽകാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പിണറായി വിജയനാണ്, സർക്കാരാണ് എന്ന് പറയുകയാണ്. ഒരു അന്തർധാര ഇരു കൂട്ടരും തമ്മിലുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്നാൽ BJPയുടെ വലിയ വിജയം എന്ന തരത്തിൽ ദേശീയ നേതൃത്വം അതിനെ കൊട്ടിഘോഷിക്കുന്നതിനോട് അദ്ദേഹം കണക്കുകൾ ചൂണ്ടിക്കാട്ടി, കണക്കുകൾ നിരത്തി വിയോജിപ്പ് അറിയിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.